എണീറ്റേ, രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ചേച്ചി. അവർ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങിയോ? എന്താ രാവിലത്തെ പ്രശ്നം? ഇതിങ്ങനെ പോയാൽ ഞാൻ തൃശ്ശൂർക്ക് പോകട്ടോ. എടി ആരോ വെക്കേഷൻ ആകുമ്പോൾ അവരിങ്ങോട്ട് വരണ തന്നെ, നീ ഇങ്ങനെ തുടങ്ങല്ലേ. ഇപ്പം എന്താ വിഷയം എന്താണ്? തൃശ്ശൂരിനെ പറഞ്ഞാലേ ഞാൻ സഹിക്കില്ല. എന്താന്ന്? തൃശ്ശൂരിനെ പറഞ്ഞാലേ ഞാൻ വെറുതെ ഇരിക്കില്ലാന്ന്. എടേ എന്തോന്നടേ, പ്രശ്നം ഉണ്ടാക്കാൻ വേറെ വിഷയമൊന്നും കിട്ടാഞ്ഞിട്ടാ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും തൃശ്ശൂരിന് കുറ്റം പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതുവരെ ഞാൻ ക്ഷമിച്ചു. അപ്പൊ ഇനി ഞാൻ തിരിച്ചു കോഴിക്കോടിനെയും പറയും. നാത്തൂന്റെ തലക്കടിച്ചു കൊന്നു. ഓരോ വാർത്തകളെ. ഇതാണ് തൃശ്ശൂർക്കാരുടെ സാമ്പാർ, പച്ചവെള്ളം പോലെ ഉണ്ട്. പിന്നെ കോഴിക്കോട്ടെ പച്ചവെള്ളത്തിൽ പരിപ്പും വെണ്ടയ്ക്കൊക്കെ അല്ലേ ഉണ്ടാവാറ്. കോഴിക്കോട്ടെ ഭക്ഷണത്തിന് 7 അയലത്ത് വരും തൃശ്ശൂർത്തെ ഭക്ഷണം. നിങ്ങൾ കോഴിക്കോടുകാർക്ക് അല്ലെങ്കിൽ തിന്നണ കാര്യം മാത്രമല്ലേ വിചാരമുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഇത് കേൾക്കണ്ടോളെന്താ പറഞ്ഞതെന്ന്? കോഴിക്കോട് എന്താ ഉള്ളതെന്ന്? കോഴിക്കോട് എയർപോർട്ട്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി. ഇത് രണ്ടും മലപ്പുറത്താ. അതിനിപ്പോൾ എന്താ പറയുമ്പോൾ എന്താ? മുമ്പള കോഴിക്കോട് യൂണിവേഴ്സിറ്റി, മുമ്പള കോഴിക്കോട് എയർപോർട്ട്. ഓർക്ക് ഇതെന്തെങ്കിലും ഉണ്ടാ? ഓ, ഒരു എയർപോർട്ട് യൂണിവേഴ്സിറ്റി. ഞങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങളെ പേര് തന്നെയാണ്. കോഴിക്കോടൻ ഹൽവ, കോഴിക്കോടൻ ബിരിയാണി. നിങ്ങളുടെ പേരിൽ എന്താ ഉള്ളത്? ആകെപ്പാടൊരു തൃശ്ശൂർ പൂരം. അയ്യടാ, നിങ്ങൾക്ക് പൂരണ്ടോ? നിങ്ങൾക്ക് ആനയുണ്ടോ? നിങ്ങളുടെ റോട്ടിൽ കൂടെ ബസ്സും കാറും പോകുമ്പോഴേ ഞങ്ങൾ അങ്ങ് തൃശ്ശൂരിലെ റോട്ടിൽ കൂടെ ആന പോവും. നടു റോട്ടിലേ ആന പിണ്ടി ഇടും. ആനയായാൽ ചിലപ്പോൾ പിണ്ടട്ടു എന്നൊക്കെ വരും. നിങ്ങൾക്ക് സൂ ഉണ്ടോ? ഉവ്വ, സൂ. ആകെപ്പാടെ എല്ലും കൊട്ടിയായിട്ടുള്ള 2 കടുവകളും കുറച്ച് കുരങ്ങന്മാരും, അതാണ് സൂ. എന്തായാലും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ശക്തൻ തമ്പുരാൻ മ്യൂസിയം ഉണ്ട്. ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പഴശ്ശിരാജ മ്യൂസിയം ഉണ്ട്. എന്തിനധികം പറയുന്നത്? ഇപ്പം നിൽക്കുന്ന തന്നെ കോഴിക്കോട്ടല്ലേ? അതെ, രണ്ടാളിനും കൂടി ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും തോന്നരുത്. കഴിഞ്ഞ കൊല്ലം പ്രളയം വന്ന സമയത്ത് വെള്ളത്തിൻ്റെ അടി കിടക്കുമ്പോൾ ഈ കോഴിക്കോട്ടുകാരും തൃശ്ശൂർക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചുറ്റും മനുഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വെള്ളത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ജാതി മതവും ദേശവും അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മനുഷ്യൻ്റെ മനസമാധാനം കെടുത്തുന്ന രീതിയിൽ മേലെ ഇജാതി വർത്താനമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടിനും ചുരുട്ട് കൂട്ടി ഞാൻ പുറത്തേക്ക് വലിച്ചെറിയും. ചേച്ചി എന്തോ? ചേച്ചി പ്രാവശ്യം വോട്ട് ചെയ്യുന്നത്? പ്രാവശ്യം BJPയുടെ പാട്ട് വലിയ ഗുമ്മില്ല, LDFിൻ്റെ പാട്ട് അടിപൊളിയാട്ടോ. അതുകൊണ്ട് അവർക്ക് ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. LDF എന്ന് വെച്ചാൽ ആ ചുവപ്പ് കൂടിയുള്ള ആൾക്കാരാ? എനിക്ക് ചുവപ്പ് കളർ ഇഷ്ടമല്ല. അതെ, ഓറഞ്ച് ആണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ പാർട്ടിക്കാരുടെ കൂടി ഏതാ? മറ്റേത് ഏതായിരുന്നു? ആ, നമ്മൾ ഇന്ത്യൻ്റെ കൂടി പിങ്ക് കളറായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്തേനെ. പിങ്ക് ഈസ് മൈ ഫേവറേറ്റ്. അതെ, എലക്ഷനാണ്. ചില ആൾക്കാർ ജയിക്കും, ചില ആൾക്കാർ തോൽക്കും. പക്ഷെ ഭരിക്കപ്പെടേണ്ട ആൾക്കാർ നമ്മളാണ്. കൊടിയുടെ നിറം നോക്കിയിട്ടോ പാട്ടിൻ്റെ ഭംഗി നോക്കിയിട്ടോ അല്ല, നമ്മളെ ആര് ഭരിക്കണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.